വ്യാപകമായ വിതരണമാണ്. കാരണം ഇതിങ്ങനെ പെട്ടിക്കകത്ത് വെച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ പണ്ടൊക്കെ ആൾക്കാർ വരും മീൻ എന്നൊക്കെ വിളിക്കത്തില്ലേ വണ്ടി, അതുപോലെ മീൻ കച്ചവടത്ത് വരുന്ന പോലെ എയിംസ് റെഡി, എവിടെ എയിംസ് വേണോ എയിംസ് വേണമെങ്കിൽ എയിംസ് റെഡി, എവിടെ വേണോന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വരെ സ്ഥലം കണ്ടുവച്ച് വരും. ഏതാ എയിംസിന് സ്വന്തമായിട്ട് വല്ല സ്ഥലം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് കൊടുക്കാനായി ചിലപ്പോൾ അറിയാം, വിലയ്ക്ക് കൊടുക്കാനേ, ഫ്രീ ആയിട്ട് കൊടുക്കാനല്ല. ഇതൊക്കെ കണ്ട് നമ്മൾ ശരിക്കാൻ എന്ത് പറയാനോ? പ്രധാനമന്ത്രി തന്നെ പറയും ഇവിടുന്ന് ഒരു MP പാർലമെന്റിൽ തന്നാൽ ഇവിടെ പൊങ്കാവനം ആക്കുമെന്നാണ്. പിന്നെന്താ 8 കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നാണ്. ഏതാ തൃശ്ശൂരത്തെ MP ചുറ്റും 8 കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നാണ്. എന്ത് ആരാ 8 മന്ത്രിമാരെന്നറിയാം? രാജ്നാഥ് സിംഗ്, പിന്നെ അമിത്ഷാ, ആരാ തൃശ്ശൂർ MP ചുറ്റും വട്ടം നിൽക്കുന്ന ആൾക്കാരാ. പിന്നെ നിതിൻ ഗഡ്കരി, അങ്ങനെ പോകുന്നു. ഒരു നിര, ഒരു 8 പേര് വട്ടം. ഇപ്പൊ വട്ടം നിൽക്കുക, നമ്മൾ വോട്ട് ചെയ്തൊരു വട്ടം നിൽക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ തൃശ്ശൂരുകാർക്ക് പറ്റിയ അവസ്ഥ ഓർത്താൽ എല്ലാവർക്കും നല്ലത് എന്ന് എനിക്ക് പറയാനുണ്ട്. ഇതൊക്കെ പറയാം. അതുപോലുള്ള സാധനങ്ങൾ ഇനി ഇറങ്ങും. അത് വേറെ ലോകത്താണ്. നമ്മളിപ്പോൾ എയിംസ് എവിടം വരെ എത്തിയെന്ന് അറിഞ്ഞില്ല. തിരുവനന്തപുരത്തിന് മാത്രം എയിംസ് ഇല്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതുവരെ തിരുവനന്തപുരത്തിന് മാത്രം എയിംസ് ഇല്ല. ആലപ്പുഴയ്ക്ക് കിട്ടി, പിന്നെ തൃശ്ശൂരിന് കിട്ടി, പാലക്കാടിന് കിട്ടി, കോഴിക്കോടിന് കിട്ടി, കണ്ണൂരിനും കിട്ടിയെന്ന്, കാസർഗോഡ് കിട്ടിയെന്ന് പറയുന്നു. തമിഴ്നാടിനും കൊടുക്കുമെന്നാണ്. ഇവിടെ ഇപ്പൊ വളരെ വ്യാപകമായ വിതരണമാണ്. കാരണം ഇതിങ്ങനെ പെട്ടിക്കകത്ത് വെച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ പണ്ടൊക്കെ ആൾക്കാർ വരും മീൻ എന്നൊക്കെ വിളിക്കത്തില്ലേ വണ്ടി, അതുപോലെ മീൻ കച്ചവടത്ത് വരുന്ന പോലെ എയിംസ് റെഡി, എവിടെ എയിംസ് വേണോ എയിംസ് വേണമെങ്കിൽ എയിംസ് റെഡി, എവിടെ വേണോന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വരെ സ്ഥലം കണ്ടുവച്ച് വരും. ഏതാ എയിംസിന് സ്വന്തമായിട്ട് വല്ല സ്ഥലം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് കൊടുക്കാനായി ചിലപ്പോൾ അറിയാം, വിലയ്ക്ക് കൊടുക്കാനേ, ഫ്രീ ആയിട്ട് കൊടുക്കാനല്ല. ഇതൊക്കെ കണ്ട് നമ്മൾ ശരിക്കാൻ എന്ത് പറയാനോ? തൃശ്ശൂരുകാരെ പറ്റി ഞാൻ ഒരിക്കലും കുറ്റം പറയാം. അവർ ഇതൊക്കെ ഒരു തമാശയായിട്ട് കാണുന്ന മിടുക്കന്മാരാണ്. കാരണം എപ്പോഴും അവർ വോട്ട് ചെയ്യുന്നതിലൊരു തമാശയുണ്ട്. അവരിതൊരു തമാശ കണ്ടുകൊണ്ട് ഇതിനെ കോമഡി കണ്ടിട്ട് വോട്ട് ചെയ്തതാണ്. അല്ലാതെ തൃശ്ശൂരുകാർക്ക് പശ്ചാത്താപമില്ല. കാരണം വെച്ചാൽ ഞങ്ങളൊരു തമാശയ്ക്ക് ഒരു വോട്ട് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് വേറെ കാര്യമൊന്നുമില്ല. അവരത്രേ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. ഈ ഒരു തട്ടിപ്പ് പരിപാടികൾ ഇതൊക്കെ നമ്മൾ കുറേ ഇവിടെ എന്തൊക്കെയായിരുന്നു. ഇവിടുന്ന് ഒരു MP, പ്രധാനമന്ത്രി തന്നെ പറയും ഇവിടുന്ന് ഒരു MP പാർലമെന്റിൽ തന്നാൽ ഇവിടെ പൊങ്കാവനം ആക്കുമെന്നാണ്. പിന്നെന്താ 8 കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നാണ്. ഏതാ തൃശ്ശൂരത്തെ MP ചുറ്റും 8 കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നാണ്. എന്ത് ആരാ 8 മന്ത്രിമാരെന്നറിയാം? രാജ്നാഥ് സിംഗ്, പിന്നെ അമിത്ഷാ, ആരാ തൃശ്ശൂർ MP ചുറ്റും വട്ടം നിൽക്കുന്ന ആൾക്കാരാ. പിന്നെ നിതിൻ ഗഡ്കരി, അങ്ങനെ പോകുന്നു. ഒരു നിര, ഒരു 8 പേര് വട്ടം. ഇപ്പൊ വട്ടം നിൽക്കുക, നമ്മൾ വോട്ട് ചെയ്തൊരു വട്ടം നിൽക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. പിന്നെ കലങ്ങ്, തോട്ടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് നമ്മൾ ചിരിക്കാമെന്നുള്ളത്. നമ്മൾ ഇത്തരം തമാശകൾ കേൾക്കാൻ അവസരമുണ്ടായി. ആ തമാശകൾക്ക് ഇവിടെ സ്ഥാനമില്ല.